ഹായ് മനു. സോറി ലാസ്റ്റ് ആണ്. ഓക്കെ ഹായ് ഗൈസ്. അച്ചു നീ നിന്റെ ബസ് നിനക്ക് മനപ്പാടാണെന്ന്. നീ 50 ദിവസത്തിനാണോ ചോദിക്കാൻ പോണേ? അതിന് 20 എനിക്ക് അങ്ങനല്ല, ഇത് എന്റെ ക്വസ്റ്റ്യൻ. നീ എന്നെ പറഞ്ഞ നീ നോക്കൂല, നിന്റെ എനിക്ക് നോക്കാനുള്ളതാണ്. എനിക്ക് മുടി പിടിക്കുന്നു, കുഴപ്പമില്ല. ഇല്ല ഞാനും പിടിക്കുന്നു. ഹായ് ഗൈസ്, അപ്പൊ ഇത് നമ്മളൊരു Q&A വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഫൺ വ്ളോഗ് അല്ലേ? ഫൺ ഷോർട്ട് വീഡിയോ. ഷോർട്ട് അല്ല, ലോങ് വീഡിയോ. ഓക്കെ, അപ്പൊ ഇതാണ് മനു. മനു എൻ്റെ ചേച്ചിയാണ്, എൻ്റെ മാമിയുടെ മോളാണ്. പിന്നെ എന്താണ്, മനു ഒരു ഡോക്ടറാണ്. പിന്നെ മനുവിനൊരു ട്വിൻ സിസ്റ്ററും കൂടെ ഉണ്ട്, അനു. ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പൊ അനു പ്രത്യേകം പറയണം, മെൻഷൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുവിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അർജുൻ, എൻ്റെ അനിയൻ. പക്ഷെ അവൻ ഈ പരിസരത്ത് പോലും വരില്ല, ഭയങ്കര ഇതൊന്നും വീഡിയോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഇത് നീ എന്തെങ്കിലും പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അച്ഛൻ്റെ കസിൻ. നമ്മൾ ഒരുമിച്ചാണ് കളിച്ച് വളർന്ന് പന്തലിച്ചത്. ഫസ്റ്റ്, വാട്ട് ലൈഫ് എക്സ്പീരിയൻസ് ഹാസ് ഷേപ്ഡ് യു ദ മോസ്റ്റ് ടിൽ നൗ? ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് തോന്നുന്നു എന്താ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് രാജസ്ഥാനിലാണ്. 3 വർഷം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ. അപ്പം അവിടെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മലയാളികളല്ലാതെ ആരുടെയെങ്കിലും കൂടെ ഇൻട്രാക്ഷൻ വരെ ചെയ്യുന്നത്. അപ്പം അത് എന്നെ ഒരുപാട് ഷേപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവരൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാരാണ്. അപ്പം അതെന്നെ ഒരുപാട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് വേ ആയിട്ട്, ഇൻഫ്ലുവൻസിൻ്റെ ഗുഡ് വേ അത് ഉണ്ടായിരുന്നു. പക്ഷേ ഐ വുഡ് സേ ദാറ്റ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് ലെസൺ യു ഹാഡ് ടു ലേൺ? എന്താ നിനക്ക് ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് ലെസൺ പഠിക്കേണ്ടി വന്നിട്ടുള്ളത്? ഹാർഡസ്റ്റ് ലെസണോ? ഐ തിങ്ക് ഐ നോ ദിസ് ആൻസർ. എന്താ? നീ പറയാ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാൻ ശരിയാണോ? ഓക്കെ, ഹാർഡസ്റ്റ് ലെസൺ. ഓക്കെ, എനിക്ക് ഒന്ന് എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കരിയർ എടുത്ത സമയത്തും ഞാൻ അത് മുന്നേ ഞാൻ ഇങ്ങനെ ചില വീഡിയോസിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിക്ക് കുറച്ച് ഒരു ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒരു മറ്റേ ഒരു കൺവെൻഷണൽ ജോബിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനപ്പോൾ ഇത് ചൂസ് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ആർ യു ഷുവർ? ബിക്കോസ് അച്ഛൻ നല്ലോണം പഠിക്കുമായിരുന്നു സ്കൂളിൽ. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. എന്നാൽ അച്ഛൻ നല്ലോണം പഠിക്കും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അത് എല്ലാവർക്കും അങ്ങനെയാണ്, എല്ലാവർക്കും അതൊരു ഡൗട്ടുള്ള കാര്യമാണ്. നമുക്ക് സ്റ്റേബിൾ അല്ലല്ലോ, ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാനത് എടുത്ത ആ ഒരു ഡിസിഷനിൽ ഞാൻ നിന്നു, ഞാൻ വർക്ക് ചെയ്തു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒരു ഹാർഡസ്റ്റ് ലെസൺ. അതായത് നോ മാറ്റർ വാട്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യണം, അത്രയ്ക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ റെഡി. ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നോബഡി വാസ് ദെയർ ടു സപ്പോർട്ട്. അപ്പം അതൊരു നല്ല പീരീഡ് ആയിരുന്നില്ല. പക്ഷെ സ്റ്റിൽ യു ഹാവ് മെയ്ഡ് ത്രൂ ഇറ്റ്. നെക്സ്റ്റ്, അടുത്ത എൻ്റെ ക്വസ്റ്റൻ ആണേ. ചേട്ടാ, what is the one thing you regret not doing sooner in life? ഇതെനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഓടിക്കും, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. 4 വീലർ 2 വീലർ ഞാൻ അത്യാവശ്യം ഓടിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ലൈസൻസ് എടുത്ത് ഞാനാണ്. പക്ഷെ എനിക്കൊരു ധൈര്യമില്ല, ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ അറിയാം പക്ഷെ ഒരു ധൈര്യമില്ല. കാർ അറിയാം, പക്ഷെ കുറച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പം അത് എനിക്ക് നേരത്തെ ചിലപ്പോൾ ഒരു +2 കഴിഞ്ഞ ഉടനെ ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, നോട്ട് ഡൂയിങ് സൂണർ ഇൻ മൈ ലൈഫ്. ഞാനും 2 വീലർ മാത്രമേ കോൺഫിഡൻസ് ഉള്ള. അച്ഛനും അറിയാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. അടുത്ത ഞാൻ അച്ഛനോട് ചോദിക്കാം, എന്താ, വാട്ട് ഈസ് ദ മോസ്റ്റ് important relationship in your life and why?
ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിനക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ മേ ബി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാ നിനക്ക്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിനക്ക് തോന്നുന്നത് ഐ വുഡ് സേ അമ്മുമ്മ. ആ ബിക്കോസ് അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മുമ്മ ഞാൻ ചെറുപ്പം തൊട്ടേ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അമ്മുമ്മയായിട്ടാണ്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഉമ്മേനെ ചുറ്റിയാണ്. അമ്മ എല്ലാവരുമായിട്ടും ക്ലോസ് ആണ്. നമ്മൾ നമ്മുടെ കസിൻസിലെ എല്ലാ ആൾക്കാരുമായിട്ടും ക്ലോസ് ആണ്. എന്നാലും കൂടുതൽ അച്ചുവിന്റെ കൂടെയാണ്. അച്ചുവാണ് കൂടുതൽ ടൈം അമ്മൂമ്മയുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ അമ്മ. അപ്പൊ അടുത്ത വർഷം അടുത്ത വർഷം മനുവാണേ. ചോട്ടാ, what is the biggest risk you have ever taken and was it worth it? എനിക്കൊരു ആൻസർ ഉണ്ട്. ഒബ്വിയസ്ലി മാരേജ്. എൻ്റെത് ഒരു ടിപ്പിക്കൽ അറേഞ്ച് മാരേജ് ആയിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കല്യാണത്തിന് മുന്നേ സംസാരിക്കത്തേ ഇല്ലായിരുന്നു. വി ഹാർഡ്ലി സ്പോക്ക് വിത്ത് ഈച്ച് അതർ. അപ്പം ഞാൻ പറയും അതാണ് ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക്. അച്ചുവിനും അറിയാം. അച്ചു എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു, നീ എന്താ സംസാരിക്കാത്തത്, നിങ്ങൾ രണ്ടുപേരും എന്തിനാ സംസാരിക്കാത്തത്, എന്താ പുറത്ത് പോകാത്തത്. അപ്പം ഞങ്ങൾ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഷൈ ആണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ദ റിസ്ക് ബിക്കോസ് എൻ്റെ ഹസ്ബൻഡാണ്, ഹീ ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് എവർ ഹാപ്പൻ ടു മീ. അപ്പോൾ സേ ഹൈ ടു മീ. ഹായ് മൈ ഹസ്ബൻഡ്. കൃഷ്ണൻ ഉണ്ണി എന്നാണ് പേര്. അപ്പോൾ ഇവരുമായിട്ടും അത്യാവശ്യം നല്ല ക്ലോസ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അറേഞ്ച് മാരേജ് ആയതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം നമുക്ക് പരസ്പരം അറിയാം. ഒട്ടും അറിയാതെ ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ദ റിസ്ക്. എൻ്റെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫൈൻഡ് ബാലൻസ് ബിറ്റ്വീൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്? നീ എങ്ങനെയാ ബാലൻസ് കണ്ടെത്തുക? ഇത് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ബിക്കോസ് നീ ഒരു ഭയങ്കര അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പൊ നിന്നത്. ടൈമില്ല. ഞാനിപ്പം കോണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈം മാനേജ്മെന്റ് ഭയങ്കര ക്രൂഷ്യലാണ്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ പേഴ്സണൽ ലൈഫിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ ഒരു ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഡിവിഷൻ ഉണ്ട് വർക്ക് ഇതെന്നുള്ളത്. വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ തീരെ എനിക്ക് പേഴ്സണൽ ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ മുറി അടച്ചിരിക്കും. അപ്പൊ ആ സമയത്ത് വർക്ക് ചെയ്യാനും ഒരു ന്യൂബിയുടെ ഒരു ഇതാണ്. ആ സമയം നമുക്ക് ഒന്നും അറിയില്ല. അപ്പൊ മാക്സിമം പെട്ടെന്ന് നമ്മൾ ഇത് അച്ചീവ് ചെയ്ത് എടുക്കണം. ഓരോ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു കാരണം അന്ന് നമുക്ക് അറിയില്ല. അന്ന് എനിക്ക് അറിയില്ലല്ലോ എന്താണെന്നല്ല. അപ്പോൾ ഒബ്വിയസ്ലി കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഞാൻ എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ റൂം അടച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനൊരു 14-15 hours ഒക്കെ ഞാൻ ഒരു ദിവസം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പിന്നെ നമുക്ക് ആ ഒരു ആവേശമാണ്, നമുക്കത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരു ബേൺ ഔട്ടായി. പിന്നെ മനസ്സിലായി അത് നമുക്കത് വർക്ക് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത് വെച്ചാൽ ഓഫ് കോഴ്സ് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട്. അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബ്രേക്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ വീക്കെൻഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. പണ്ട് ഞാൻ വീക്കെൻഡ്സ് ഒക്കെ സൺഡേസ് വരെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ വീക്കെൻഡ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യടാ. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ ആൻഡ് ഹൗ ഡു യു കൺഫ്രണ്ട് ഇറ്റ്? നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഡീപ്പാണ്. നല്ല ഡീപ്പാണ്. പക്ഷെ എന്റേതും ഭയങ്കര കുറച്ച് തോട്ട്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ഫണ്ണാണ്. അപ്പൊ അനു വരുമ്പോ നമുക്ക് ഫൺ ക്വസ്റ്റ്യൻ. അപ്പം എനിക്ക് തോന്നുന്ന ഐ തിങ്ക് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് മൈ ക്ലോസ് വൺസ്. എനിക്ക് അതാണ് തോന്നുന്നത്. എനിക്ക് ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഫിയർ എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ
ഡെത്തിൻ്റെ ടൈമിൽ എനിക്ക് ഒരുപാട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ ഐ ഡോണ്ട് തിങ്ക് ഐ എം ഓവർ ഇറ്റ്. എനിക്കതിപ്പോഴും ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല സമയത്തും ഞാൻ ചിന്തിക്കും. ഇപ്പം കുറേ വർഷമായി, 10 years, മോർ ദാൻ 10 years ആയി. പക്ഷെ അതിപ്പോഴും എനിക്ക് ആ ഗ്രീഫൊക്കെ ഇപ്പോഴും എനിക്ക് അതൊക്കെ സ്റ്റിൽ ഉണ്ട്. അപ്പം അത് ഞാൻ ഇതുവരെ ഓവർകം ചെയ്യാനുള്ള എനിക്ക് അറിയത്തില്ല ആ ഗ്രീഫ് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും. പക്ഷെ it is the biggest fear, losing my close ones. I don't know, പക്ഷെ I don't know how to deal with that grief, but still that is the biggest fear. Okay. അതിന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ വാച്ചും സ്പെക്സും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ. അപ്പം ഞങ്ങളാണത് എടുത്ത് ഇപ്പോഴും ഞങ്ങൾക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റിൽ ആഫ്റ്റർ പോയിന്റ് നമ്മൾ കുറച്ച് ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിൽ ട്രൈ ടു ലിവ് വിത്ത് ദാറ്റ് ഗ്രീഫ്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഹൗ ഡു യു ഡീൽ വിത്ത് ഫീലിങ്സ് ഓഫ് ലോൺലിനെസ്? നീ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാ? ഇല്ല. എന്ത്? കഴിഞ്ഞ വീഡിയോ കണ്ടോ യൂട്യൂബില്? പക്ഷെ കഴിഞ്ഞ വീഡിയോ ഫുൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ളതായിരുന്നു. റിയാലിറ്റീസ് ഓഫ് ഫ്രീലാൻസിങ്. അതിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഐസൊലേഷന്റെ കാര്യം. ഓക്കെ, അത് ഞാൻ പറയാം. അത് എന്താണ്, ഹൗ ഡു യു ഡീൽ വിത്ത് ലോൺലിനെസ് എന്നല്ലേ? ലോൺലിനെസ് കാരണം നിന്റെ പ്രൊഫഷൻ അതാണ്, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് ഇതുപോലെ നമുക്ക് ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു സോഷ്യലൈസിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് വളരെ കുറവാണ്. നമ്മൾ തന്നെ ആ ഒരു എഫേർട്ട് ഇടാം, എന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ, നമുക്ക് ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയില്ല ലോൺലിനെസ് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ബീങ് അലോൺ അല്ല ലോൺലിനെസ്. സത്യം പറഞ്ഞാൽ രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം തോന്നും, പക്ഷെ അത് ഒരു പരിധി വിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. Actually, that is true. You can feel lonely even if you are in a group of people. You are among a group of people. Then still you can feel lonely. ഇപ്പോഴും എനിക്ക് ലോൺലിനെസ് തോന്നാറുണ്ട് പല സമയത്ത്. അത് ഒരു പരിധി വരെയൊക്കെ ഞാനത് മാസ്ക് ചെയ്യാറുണ്ട്, ഒരു പരിധി വരെയൊക്കെ. പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയം കുറച്ച് നമ്മൾ തന്നെ എന്തെങ്കിലും എഫേർട്ട് എടുക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഐ തിങ്ക് ലോൺലിനെസ്സിന് കുറച്ചുകൂടെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മളൊന്ന് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ലോൺലിനെസ് വന്നത്, എന്നിട്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. എനിക്ക് തോന്നുന്നു അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് വൺ പീസ് ഓഫ് അഡ്വൈസ് യു വുഡ് ഗീവ് ടു യുവർ യംഗർ സെൽഫ്? എൻ്റെ അടുത്ത് അങ്ങനെ അല്ല നിന്റെ യംഗർ സെൽഫ് ചോദിച്ചാൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഐ വാസ് ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, പക്ഷെ ടു ലാർജ് എക്സ്റ്റെൻഡ് ഞാൻ അത് ചെയ്യാറില്ല ഇപ്പോൾ. അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നമ്മുടെ എനിക്ക് തോന്നുന്നു വിത്ത് ടൈം നമ്മൾ മാറും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ലൈഫിലുള്ള കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് നമ്മൾ ഒരുപാട് മോൾഡ് ചെയ്യും ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു എൻ്റെ MBBS ടൈമിൽ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് അതിൽ കുറച്ച് കുറ്റക്കാരി. ഞാൻ ഭയങ്കര ഹോം സിക്കായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നും വേണ്ടിയിരുന്നില്ല. ലൈക്ക് നമ്മൾ ഇത്രയും ഒരുപാട് നമ്മൾ എന്താണ്, ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. യു ഹാവ് ടു ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾ ആ ലൈഫ് അറ്റ് ദ മൊമെന്റിൽ ജീവിച്ചാൽ അതൊന്ന് കളയാം, അത്രേ ഉള്ളൂ. ഞാനിപ്പം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും, നത്തിങ്. നമ്മൾ നല്ലതാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു പീസ്. അങ്ങനെയാണ് എനിക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ യങ്ങർ സെൽഫിൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കും പറയാം. ബിക്കോസ് എൻ്റെ യങ്ങർ സെൽഫ് ഹാസ് ബീൻ ത്രൂ എ ലോട്ട്. അപ്പം അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി തന്നെ. ഒരു പക്ഷെ എനിക്കിപ്പോൾ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തന്നെ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല. അത് ഗുഡ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ അച്ചുവിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് ഹാപ്പിനെസ് മീൻ ടു യു ആൻഡ് ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? എന്താ നിനക്ക് സന്തോഷം എന്ന് ഇത് പറഞ്ഞത്? ഹാപ്പിനെസ് പ്രോജക്റ്റിൽ ചോദിക്കുന്ന പക്ഷെ എന്നാലും ഓക്കെ ഹാപ്പിനെസ് ട്രൂ, എനിക്ക് വേറെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കിത് അറിയണമെന്നുണ്ട് ജെന്യുവിൻലി. ഹാപ്പിനെസ് ഐ തിങ്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ചെറിയ കാര്യങ്ങളാണ് ഹാപ്പിനെസ്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ വെരി സ്മോൾ തിങ്സ്. ഇറ്റ്സ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് അല്ലേ? എനിക്ക് അങ്ങനെയാണ്. എന്താണ് വലിയ വലിയ കാര്യങ്ങളല്ല, എനിക്ക് ചെറിയ 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 മൊമെൻറ്റ്സ്, നമ്മൾ ഫാമിലി ആയിട്ടുള്ള ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ്, ഫ്രണ്ട്സുമായിട്ടുള്ള ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ്, അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. വാട്ട് ഹാസ് ബീൻ യുവർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഇൻ ടഫ് ടൈംസ്? അല്ലെങ്കിൽ ഹൂ ഹാസ് ബീൻ, അങ്ങനെയാണ്. ഐ തിങ്ക് മൈ മദർ. ഞാൻ എൻ്റെ മാമി, എൻ്റെ അമ്മയുമായിട്ട് എനിക്ക് വളരെ സ്പെഷ്യൽ റിലേഷനാണ്. സാനുമ്മ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാത്ത ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സിനെ പറ്റിയാണെങ്കിലും ശരിക്കും എനിക്കറിയില്ല, ഐ ഹാവ് ദറ്റ് ഫ്രീഡം വിത്ത് ഹർ. അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഒരു ദിവസം നടന്ന അതായിരുന്നു ചിലപ്പോൾ എനിക്കറിയില്ല, അതാണ് ഞാൻ ഹോം സിക്ക് ആവാനുള്ള ഇത്രയും കാര്യം. കാരണം ഒരു ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്കറിയാം. ഈവൻ മൈ ക്രഷസിൻ്റെ എൻ്റെ ക്രഷിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്കറിയാം. അപ്പം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം വിളിക്കുക എൻ്റെ അമ്മേനെയാണ്. ഇപ്പം കുറച്ച് എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ. പക്ഷെ എന്നാലും സാനുമ്മ, ഐ വിൽ സേ മൈ മദർ. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഇൻ എ ഫ്രണ്ട്? നീ നിന്റെ ഫ്രണ്ടിന് എന്ത് ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിനക്ക് കാണുന്നത്? മീൻസ് ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട് അല്ല, പൊതുവെ നീ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ക്വാളിറ്റി എന്താണ്? എന്തുവാകും? ലോയൽറ്റി ആണോ? അല്ല, ലോയൽറ്റി എന്തായാലും ഉണ്ട്. അതല്ലാണ്ട് ഐ വുഡ് സേ എന്താണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്ന ആൻസർ എനിക്ക് തോന്നുന്നു ഗേൾസിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതായത് ഫ്രണ്ട്സ്, എൻ്റെ സക്സസ്സിൽ അവരും ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഫ്രണ്ട്സ്. കറക്റ്റ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ റെയറാണ്. എസ്പെഷ്യലി ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സിൽ. നമുക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് പൊതുവെ കുറച്ച് ക്രൂക്കഡ് എന്നല്ല, പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബെസ്റ്റ് തിങ് if they are true friends. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. യെസ് നമുക്ക് പല ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സും നമുക്ക് സിസ്റ്റർഹുഡ് പോലെ നമുക്ക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ അത് ഭയങ്കര ഒരു യെസ് നമ്മൾ ലക്കി ആവണം. ഇപ്പോൾ എനിക്കാണെങ്കിലും ഒരുപാട് ഗേൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് കുറച്ച് നമുക്ക് തോന്നുന്നു നമുക്കൊരു സന്തോഷം വരുമ്പോൾ അവർ ശരിക്കും അതിൽ ഹാപ്പി അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് ഫ്രണ്ട്ഷിപ്സും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രേറ്റ് ആണ്. എല്ലാ ഫ്രണ്ട്ഷിപ്സ് അങ്ങനെയാണെന്ന് ഐ ഹാഡ് വെരി ഗുഡ് ഫ്രണ്ട്സ്. യെസ്, എനിക്കും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ വളരെ കുറവാണ്, വളരെ റെയർ ആണ്. എനിക്ക് കയ്യിലുണ്ടാവുന്ന അങ്ങനത്തെ ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ ഈക്വലി ഹാപ്പി വിത്ത് യുവർ സക്സസ്. യെസ്. ഹൗ ഡു യു മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ് ഓഫ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്? എനിക്കിതിനെ പറ്റി പറയാനുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളവര് എന്ത് നമ്മളെ പറ്റി എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് ഇപ്പം ഐ റിയലി ഡോണ്ട് കെയർ. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി നമുക്ക് ഓരോ സർട്ടൺ ഏജ് ആണെങ്കിലും സർട്ടൺ തിങ്സ് നമ്മൾ ചെയ്തിരിക്കണം എന്ന് നമുക്ക് സൊസൈറ്റി ഒരു രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് യു ഹാവ് ടു അൺറിട്ടൺ റൂൾസ്, യു ഹാവ് ടു ഗെറ്റ് മാരീഡ് ഇൻ at a certain age, you have to have children at a certain age. അങ്ങനെ ഉള്ള എക്സ്പെക്ടേഷൻസ് അതൊന്നും ഇപ്പം ഞാൻ കെയർ ചെയ്യാറില്ല. നമ്മുടെ ലൈഫും വേറൊരാളുടെ ലൈഫും ഒന്നല്ല. നമുക്കൊരു ഡിഫറെൻറ്റ് ജേർണിയാണ്, അവർക്കൊരു ഡിഫറെൻറ്റ് ജേർണിയാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻസിനെ അപ്പം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ
ബീൻ ദാറ്റ് ഡൺ ദാറ്റ് ഇപ്പം ഇല്ല. അതുകൊണ്ട് അത് നിർത്തി. ഞാൻ എന്നെ പറ്റിയ എക്സ്പെക്ടേഷൻസ് ഉറപ്പായിട്ടും ഐ ഹാവ് എക്സ്പെക്ടേഷൻസ് അബൌട്ട് മൈസെൽഫ്, അല്ലെങ്കിൽ ഐ സീ മൈസെൽഫ് ഇൻ എ സർട്ടൺ വേ. അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല. ഞാനിപ്പോൾ എന്നെ ഒരു ഭയങ്കരമായിട്ട് പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ കോഴ്സ് ചെയ്യണം, ഈ കോഴ്സ് ചെയ്യണം, അത് മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. I want to give importance to certain people, അല്ലെങ്കിൽ I want to give importance to certain relationships in my life. അടുത്ത ക്വസ്റ്റ്യൻ, what is the most important lesson you have learned from a mistake? Mistake എന്ന് ഐ തിങ്ക് യു ഷുഡ് ബി ഓപ്പൺ ടു ചേഞ്ച്. നമുക്കിപ്പം നമുക്ക് ഏതൊരു സാഹചര്യം വന്നാലും നമ്മൾ അതിന് അഡാപ്റ്റ് ആവണം. അതാണ് ലൈഫ്. അപ്പം ഞാൻ കുഞ്ഞിലായിരിക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര പാടായിരുന്നു, പുതിയ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ വിത്ത് ടൈം ഞാൻ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നെ ഇപ്പോൾ ഭയങ്കര ഓവർ എക്സ്ട്രോവേർട്ടാണ്. അത്രയും ആവണം ഇത് ഒരിക്കലും എൻ്റെ അത്ര. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ എന്താണ് കുറച്ചൊരു ഡീപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ രണ്ടാളും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ ഒരുപാട് ഫൺ ക്വസ്റ്റ്യൻസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കാനായിട്ടുള്ള ഡീപ്പ് ടോക്ക് ആയിട്ട് കുറച്ച് സംസാരിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് രണ്ടുപേരും പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പക്ഷെ നമുക്ക് കുറച്ച് ഒരു ഫൺ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു ബോർ ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. അപ്പോൾ നീ ചോദിക്കാം ആദ്യം. യുവർ ഫേവറേറ്റ് ജോണർ? മൂവീസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും? ബുക്സ് ആണെങ്കിൽ എനിക്ക് കുറച്ച് ഒരു സ്പിരിച്വൽ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂവീസ് ആണെങ്കിൽ കോമഡി മൂവീസ് മാത്രമേ ഞാൻ കാണും. എനിക്ക് ഈ ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ ഭയങ്കര പേടിയാണ്. ഹൊറർ ഞാൻ കാണില്ല, ഭയങ്കര പേടിയാണ്. ഓക്കെ, വാട്ട് വാസ് ദ ഹൈലൈറ്റ് ഓഫ് യുവർ ചൈൽഡ്ഹുഡ്? ഐ തിങ്ക് ബീയിങ് വിത്ത് മൈ കസിൻസ്. നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു, കസിൻസ് ആൻഡ് മൈ സിസ്റ്റർ. നമ്മളൊരു 4 പേരുടെ ഒരു ഗ്യാങ് ആയിരുന്നു. അച്ചു, അർജുൻ, അനു, ഞാൻ. അതെ. വാട്ട് ഫുഡ് ഡിഡ് യു ഹേറ്റ് ആസ് എ ചൈൽഡ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഫുഡി അല്ല. എനിക്ക് ഇഷ്ടമുള്ള ആകെ ഒരു 5-6 ഫുഡ് സത്യം, അത് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും മടുക്കില്ല. ഇല്ല, എനിക്ക് മടുക്കില്ല. എനിക്ക് പുതിയ ഡിഷസ് ട്രൈ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഒട്ടും ഫുഡി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചൈൽഡ്ഹുഡ്, പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പണ്ട് എല്ലാ പിള്ളേരും പോലെ തന്നെ. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ അടുത്ത് ഞാൻ ചോദിക്കാം, ഇസ് ദർ സംതിങ് യു കാൺട്ട് ലീവ് വിത്തൗട്ട്? Now my phone. ഇപ്പോൾ I don't think I can live without phone. Addiction. Fine. Okay, next. Okay. What icon or celebrity is a fashion inspiration to you? Fashion, Gigi Hadid. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബെല്ല ഹദീദിനെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ചോദിക്കട്ടാ, who is your favorite actor? Favorite actor? മോർഗൻ ഫ്രീമാൻ. അതാരാ? Would be your perfect day. എന്തായിരിക്കും നിന്റെ പെർഫെക്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ എന്തായിരിക്കും? പെർഫെക്റ്റ് ഡേ ഡേ വിത്ത് മൈ ഫാമിലി. ജസ്റ്റ് ചെറിയ ഔട്ടിംഗ്, ചെറിയ ഹാങ്ങിങ് ഔട്ട്. ചോദിക്കട്ടാ, വാട്ട്സ് ദ മോസ്റ്റ് റെബല്യസ് തിങ് ദാറ്റ് യു ഹാവ് എവർ ഡൺ? നമ്മളെനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും? ഇല്ല, ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് അവൾ സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി. എനിക്കറിയില്ല സ്ഥലത്തിൻ്റെ പേര്, എനിക്കറിയില്ല. തമിഴ്നാട് ഏതോ ബോർഡറിലാണ്, തമിഴ്നാട്. സമിത. അപ്പം അവളുടെ സ്കൂട്ടറിലാണ് പോയത്. മറ്റേ ചിതറാള് അവിടെ. സോറി, അതന്നെ. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പോകും ഇതുപോലെ. പക്ഷെ ഞാൻ എവിടെ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്കറിയില്ലായിരുന്നു ഈ സ്ഥലം. ചിതറാള് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, ജെയിൻ ടെമ്പിൾ ഒക്കെ. പക്ഷെ അതിന് പോകുന്ന വഴി കാടാണ്, കുറച്ച് കാടാണ്. നമ്മൾ ശരിക്കും പേടിച്ചു പോകും. ഞാൻ അവളുടെ ബാക്കിൽ ഇരുന്നിട്ട് എനിക്കൊരു വഴി അറിയില്ല. നമ്മൾ അവിടെ ഒരു മനുഷ്യരെ പോലും കാണുന്നില്ല.
മാപ്പ് ഗൂഗിൾ മാപ്പ് വഴി. ഞാൻ അന്ന് ശരിക്കും വീട്ടിൽ തിരിച്ചു വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ വി ഹാഡ് ദ ബെസ്റ്റ് ടൈം. സമീത ഇഫ് യു വാച്ചിങ് നോ, നമ്മൾ അന്ന് എന്തോ ഒരു ടെൻഷൻ അടിച്ചിരുന്നു. അന്ന് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള റെബലിയസ് തിങ്. പക്ഷേ എൻ്റെ പേരൻസിന് അറിയായിരിക്കും, ദേ വർ ട്രൈയിങ് ടു റീച്ച് മീ ഓവർ ഫോൺ. പക്ഷെ റേഞ്ച് ഇല്ല, എല്ലാം ഭയങ്കര ടെൻഷനായിപ്പോയി ആ സമയത്ത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാനെൻ്റെ ഭയങ്കര സെറീൻ ആയിട്ടുള്ള പ്ലേസ് ആണ്, നല്ല സ്ഥലമാണ് അത്. വാട്ട് വാസ് എ ബെസ്റ്റ് പ്രാങ്ക് യു എവർ ഡിഡ്? നീ ഒരുപാട് ചെയ്യാറുണ്ട് പ്രാങ്ക്സ്. ഞാൻ പ്രാങ്ക് ഞാൻ കുറെ ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന 2 പ്രാങ്ക് ഉണ്ട്. അത് 2ഉം അനുവിനാണ്. അത് 2ഉം അനുവിനാണ്. ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, അതായത് 2ലും അല്ല, 1ൽ ഞാൻ മാത്രമേ ഉള്ളൂ, 1ൽ നമ്മൾ 3 പേരും. ഞാൻ ഇവള് അർജുനും കൂടെ അനുവിനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. 2 ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ മാത്രം പ്രാങ്ക് ചെയ്തത് സാധാരണ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രാങ്ക് എല്ലാവരും നമ്മൾ ചെയ്യുന്നത്, പുതിയ നമ്പർ എടുക്കുമ്പോൾ വിളിച്ചിട്ട് പേടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം പുതിയ നമ്പർ എടുത്തപ്പോൾ അനുവിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് വീണില്ല. അവളെ വിളിച്ചു, അവളാകെ പേടിച്ച് കരഞ്ഞു വിളിച്ചു. അതൊന്ന്. പിന്നെ 2ാമത്തെ പ്രാങ്ക് അത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത്, അത് അടിപൊളിയായിരുന്നു. അത് നമ്മളിപ്പോഴും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ അനുവിന് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നോക്കിയിട്ട് ബുട്ടീക്കിൽ നിന്നൊക്കെ ഡ്രസ്സ് നോക്കിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നതും ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നതും പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്രേസാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ അവൾ ഒരു ദിവസം അവൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഉണ്ട്. അപ്പോൾ ആ ബുട്ടീക്ക് ഇതുപോലെ സെയിം നമ്മൾ നമ്പർ എടുത്ത്, ഞാൻ അത് കഴിഞ്ഞ് വേറൊരു നമ്പർ പിന്നീട് എടുത്തപ്പോൾ ആ നമ്പറിൽ നിന്ന്, അന്ന് വിളിച്ച നമ്പറല്ല, ഇത് വേറെ നമ്പറാണ്, പിന്നീട് ഒരു നമ്പർ എടുത്തപ്പോൾ അത് ഇതുപോലെ വാട്സപ്പിലൊരു മെസ്സേജ്. അത് ഇവളാണ് ഫുള്ള് അത് സെറ്റാക്കിയത്. ഇവളും അർജുനും കൂടെ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ് ഇവർ 2 കൂടെ സെറ്റാക്കിയത്. കാരണം അനു എന്തായാലും വീഴുമെന്ന് എനിക്കറിയാം, അവള് അത് ഭയങ്കര പേടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞാണ്. അതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഗിഫ്റ്റ് കിട്ടി, ഗിവ് അവേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അത് രാത്രി 12 മണിക്ക് 12 മണി കഴിഞ്ഞിട്ട് അവൾക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ മിഡ് നൈറ്റ് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവളുടെ അടുത്ത് OTP ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് അർജുൻ എന്ത് ചെയ്തു, നമ്മുടെ OTP ഒക്കെ വരുന്ന ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ചാറ്റ് ജിപിടി അല്ല, OTP വരുന്ന ഫോർമാറ്റ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഫോർമാറ്റ് ആണ്, അതൊക്കെ വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു അവള്. അപ്പൊ അവളത് വിശ്വസിച്ചു. അവൾ ഓടി വന്നു എനിക്ക് പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത മെസ്സേജ് അയച്ചു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ അവൾ ആകെ കരഞ്ഞ് നിലവിളിച്ച് ഭയങ്കര വെള്ളം വെച്ചു. ഞാൻ ബാത്റൂമിനകത്ത് വിളിച്ചിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ചിരിയാണ്. ചിരിക്കാതിരിക്കാണ്ട് ഞാൻ ബാത്റൂമിൽ കളി വിളിച്ചിരുന്നു. ഞാനും അർജുനും മാത്രമേ. ഇവര് 2ആളും ഇവിടെ ഇരുന്ന് അവള് ഭയങ്കര കരച്ചിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ അവള് അറ്റാക്ക് വരും. അതുകൊണ്ട് കരഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. അത് പ്രാങ്ക് നേരെ ആവുന്നത് അനു ഭയങ്കര ഇന്നസെന്റ് ആണ്, അതുകൊണ്ട് അനു ആണ്. യെസ്, അപ്പൊ അതാണ് പ്രാങ്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ Q&A കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അനു വരുമ്പോൾ കുറച്ചുകൂടെ ഫൺ ക്വസ്റ്റ്യൻസ് നോക്കാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അർജുനും ട്രൈ ചെയ്യാം, കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ വിചാരിച്ച എനിക്ക് ഇത്രയും ഓൾറെഡി 2 hours ആയി കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇങ്ങനൊരു സെഷൻ ഇപ്പം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല രസം തോന്നി. ഇങ്ങനെ കുറെ നാൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു 2 hours ഭയങ്കര ക്വാളിറ്റി ടൈം വിത്ത് യുവർ സിസ്റ്റർ, അങ്ങനെ ഒരു ഫീലിംഗ്. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ഫൺ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.